പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവം രോഗികളെ സൗഖ്യമാക്കും, ദൈവം പാപികളെ രക്ഷിക്കും. ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല. ദൈവം നമ്മളെ ഈടിയനാകും, നമുക്ക് മുട്ടുണ്ടാകില്ല. നമുക്ക് കണ്ണുനീരോടെ ദൈവത്തിന്റെ സന്നിധിയിൽ പോയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്കിപ്പോൾ കിട്ടിയ കുറിപ്പിൽ ഏതാണ് എൻ്റെ മകൻ മരിച്ചു. പക്ഷേ ഈ പ്രസംഗം കണ്ടിന്യൂ ചെയ്യാൻ പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിക്കുന്നു. റോമർ 8:28 പറഞ്ഞുകൂട്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്നും അറിയുന്നു. നമുക്ക് കണ്ണുകൾ അടിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, ഇവരെല്ലാവരും സഹായിക്കണേ. ഇവർക്ക് ഓരോ പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നു, അതെല്ലാം ദൈവം അറിയാമല്ലോ. ഇവരെല്ലാവരും സഹായിക്കണേ. പാപികളെ രക്ഷിക്കണേ, രോഗികളെ സൗഖ്യമാക്കണേ. ഇവരെല്ലാവരും സഹായിക്കണേ. ഇവരെ പരിശുദ്ധാത്മാവായി നിറയ്ക്കണേ. യേശുനാം തന്നെ. എൻ്റെ വീട്ടിലിപ്പം മകൻ മരിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ വീട്ടിലോട്ട് ഇപ്പം വാ. തൻ്റെ മകൻ്റെ വേർപാടിൻ്റെ ദുഃഖമറിഞ്ഞ് ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്ന കർത്തൃദാസനെയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. നീ ദൈവവചനം പ്രസംഗിക്കുന്നു, എന്നിട്ട് നിന്നോട് എന്ത് ക്രൂരതയാണ് ദൈവം ചെയ്തത്? ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന നന്മ ഇതാണോ? അതെ, തൻ്റെ മകൻ്റെ വേർപാടിൽ ദുഃഖിതനായിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ ഹൃദയത്തിൽ നൽകിയ ഗാനത്തിൻ്റെ ഈരടികളാണ്. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്ന സന്തോഷത്തോടു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഇതോടൊപ്പം ക്രൈസ്തവ കൈരളി അന്നും ഇന്നും പാടി ആശ്വസിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന നിരവധി ഗാനങ്ങൾ തൻ്റെ കൈയെഴുത്തിലൂടെ സമ്മാനിച്ചു തന്നത് മറ്റാരുമല്ല, നാം എല്ലാവരും അറിയപ്പെടുന്ന സാധു കൊച്ചുകഞ്ഞ് ഉപദേശിക. നവംബർ മാസം 29-ാം തീയതി ഇറ്റി മറിയാമ്മ ദമ്പതികളുടെ മകനായി ജനിച്ചു. 6 സഹോദരിമാർ അടങ്ങുന്ന ആ വലിയ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തെ കൊച്ചുകുഞ്ഞെന്ന വിളിപ്പേരിൽ ആ കുടുംബത്തിൽ അറിയപ്പെട്ടു. വളരെ ലളിതമായ ജീവിതം നയിച്ച അദ്ദേഹത്തെ സമൂഹത്തിൽ ഒരു വ്യത്യസ്തനാക്കി. കൂടുതൽ സമയം ഒറ്റയ്ക്കിരുന്ന് ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ സന്തോഷം നൽകിയത്. വിശുദ്ധ വേദ പുസ്തകത്തിനെ കുറിച്ച് അദ്ദേഹം ഇപ്രകാരം പറയുമായിരുന്നു: ബൈബിൾ കേവലം വായിക്കേണ്ട മാത്രം പുസ്തകമല്ല, മറിച്ച് പാലിക്കേണ്ട നിർദ്ദേശങ്ങളും കൂടെ ഉള്ളൊരു പുസ്തകമാണ്. സുവിശേഷ പ്രസംഗം നടത്തിയ അദ്ദേഹത്തെ ജനങ്ങൾ ഉപദേശി എന്ന നാമം വിശേഷണം നൽകി വിളിച്ചു.
അങ്ങനെ കൊച്ചുകുഞ്ഞ് ഉപദേശി എന്നായി. തമിഴ്നാട്ടിൽ വെച്ചുള്ള തൻ്റെ മിഷൻ പ്രവർത്തനങ്ങളിലും ജീവിത മുഖാന്തരം അവിടുത്തെക്കാർ അദ്ദേഹത്തെ വിശുദ്ധ മനുഷ്യൻ എന്ന് വരുന്ന അർത്ഥത്തിൽ വരുന്ന സാധു എന്ന നാമം വിശേഷണം നൽകി. അങ്ങനെ പിന്നീട് സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി എന്നായി അറിയപ്പെട്ടു. 200-ൽ പരം ഗാനങ്ങൾ രചിച്ച അദ്ദേഹത്തിൻ്റെ ചില ഗാനങ്ങളാണ്: ദുഃഖത്തിന്റെ പാനപാത്രം, ക്രൂശിന്മേൽ ക്രൂശിന്മേൽ, എന്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ, എൻ്റെ ദൈവം സ്വർഗസിംഹാസനം. തൻ്റെ രണ്ടാമത്തെ മകൻ സാമുവേൽ കുട്ടിയുടെ മരണം തന്നെ വല്ലാതെ തളർത്തി. എങ്കിലും ഈ ലോകവാസം താൽക്കാലികമാണെന്ന ബോധ്യവും നിത്യതയിൽക്കുള്ള ദർശനം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ചു. 1945 നവംബർ 30 താൻ നിത്യതയിൽ ചേർക്കപ്പെട്ടു. അതേ പ്രിയമുള്ളവരെ, പലപ്പോഴും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത അവസ്ഥകളൊക്കെ കടന്നു വരുമ്പോൾ ഭാരപ്പെടേണ്ട, തളർന്നു പോകണ്ട. കാരണം ദോഷമായിട്ടൊന്നും നമ്മളോട് നമ്മുടെ താതൻ ചെയ്യുകയില്ല. ദയവായി ഒരു നിമിഷം എല്ലാവരും അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഭക്തന്മാരോടുകൂടി നമ്മുടെ ജീവിതത്തിലെ അനുഭവത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് പാടാം. ദോഷമായിട്ടൊന്നുമെന്നോ എന്റെ താതൻ ചെയ്യുകയില്ല, ദോഷമായിട്ടൊന്നു എന്നോ എന്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. അന്ത്യത്തോളം നമ്മളെ കരുതുവാനും കാക്കുവാനും ശക്തനാണവൻ. ഈ ദൈവത്തിനു വേണ്ടി നമുക്ക് ജീവിക്കാം. നമ്മുടെ കർത്താവ് വരാറായി. മാറാനാഥ, താങ്ക് യു.